കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് നഴ്സിംഗ് സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ 50% മെറിറ്റ് സീറ്റിലേക്കും അഡ്മിഷൻ നടത്തുന്നത് LBS സെൻറ്റർ മുഖേനയാണ്. ഇൻഡെക്സ് മാർക്കിനനുസരിച്ചാണ് LBSൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അലോട്ട്മെൻറ്റുകൾ നടത്തുന്നതും. ഇവിടെ +2 ലഭിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്കുകൾ 300 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് ടോട്ടൽ 300 മാർക്കിലാണ് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത്. സ്റ്റേറ്റ് സിലബസും CBSE ICSE സിലബസിനും ടോട്ടൽ മാർക്ക് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ്. ആദ്യം സ്റ്റേറ്റ് സിലബസിൻ്റെ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കാം. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കാനായി 2 രീതി പറയാം. ആദ്യത്തേത് ഒരു ഇക്വേഷൻ റെഡിയാക്കി അതിലേക്ക് നമുക്ക് മാർക്കുകൾ കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്റ്റിൻ്റെ മാർക്കുകളുടെ ടോട്ടൽ എടുക്കുക. അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ ആൻസറിനെ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഇൻഡെക്സ് മാർക്ക്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഫിസിക്സിൽ 120-ൽ 116 മാർക്കും, കെമിസ്ട്രിയിൽ 120-ൽ 113 മാർക്കും, ബയോളജിയിൽ 120-ൽ 115 മാർക്കും കിട്ടിയെന്നിരിക്കട്ടെ. ഇക്വേഷനിലേക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാർക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇൻഡെക്സ് മാർക്ക് കിട്ടും. 286.67 ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക്. ഇനി ഇതേ മാർക്ക് വെച്ച് നമുക്ക് മറ്റൊരു രീതിയിൽ ഇൻഡെക്സ് മാർക്ക് കണ്ടുപിടിക്കാം. ഇതിനായി ആദ്യം ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കിനെയും 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഫിസിക്സിൻ്റെ മാർക്ക് എടുക്കാം. കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 116 ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 120 100ലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 96.67 കെമിസ്ട്രി 113 മാർക്കാണ് നമുക്ക് കിട്ടിയത്. 113 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഈക്വൽ ടു 94.17. ബയോളജി ആണെങ്കിൽ 115 മാർക്കാണ് കിട്ടിയത്. 115 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഈക്വൽ ടു 95.83. ഇപ്പോൾ എല്ലാ മാർക്കുകളും 100ലേക്ക് കൺവേർട്ടായി കഴിഞ്ഞു. ഇനി ഈ മാർക്കുകളെല്ലാം കൂടി കൂട്ടിയാൽ നമ്മുടെ ഇൻഡെക്സ് മാർക്കായി. CBSE ICSE സിലബസിലെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. CBSE ICSE സിലബസുകാർക്ക് 100 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാർക്കുകൾ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇൻഡെക്സ് മാർക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഫിസിക്സിന് 100-ൽ 91, കെമിസ്ട്രിയിൽ 100-ൽ 94, ബയോളജിയിൽ 97 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന 292 മാർക്കായിരിക്കും. BSc നഴ്സിംഗിനായി അഡ്മിഷൻ കാത്തിരിക്കുന്ന കുട്ടികൾ ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കി നോക്കുകയും കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റുമായി കമ്പയർ ചെയ്ത് നോക്കുന്നതും നന്നായിരിക്കും.